ബൈബിൾ നമുക്ക് തുറക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ തുറന്ന് നിങ്ങളുടെ മുമ്പിൽ വചനം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബൈബിൾ തുറന്ന് ഒന്ന് കണ്ണോടിച്ചേ അതിലേക്ക് വായിച്ചാട്ടെ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആ വാക്യം ഒന്ന് ചേർന്ന് വായിക്കാമോ? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ പ്രഭാഷണങ്ങളിൽ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. എന്താണ് പറഞ്ഞത്? ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല. കഷ്ടതയുണ്ട് എന്ന് പറയുന്നത് ഇഷ്ടമാണോ? അല്ല, ആർക്കും ഇഷ്ടമല്ല. കഷ്ടത വരും എന്ന് കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല. കഷ്ടതയെ നമ്മൾ ഭയപ്പെടുന്നു. മീൻസ് വേണ്ട, നമ്മൾ ഒത്തിരി കഷ്ടം അനുഭവിച്ചവർ, ഇനിയും കഷ്ടപ്പെടാൻ വയ്യ. ജീവിതത്തിൽ പ്രയാസങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, വെല്ലുവിളികളൊക്കെ അനുഭവിച്ചതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഇതുവരെ. കർത്താവ് തന്നെ പറഞ്ഞു മറ്റൊരു ഭാഗത്ത്, അനേക കഷ്ടങ്ങളിൽ കൂടി അല്ലാതെ നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റില്ല. അപ്പൊ കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഡെഫിനറ്റായിട്ടും നിങ്ങൾ എത്ര ഒഴിഞ്ഞു മാറിയാലും, നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും, ഈ ബൈബിൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി തിയോളജിയുണ്ട്. പ്രോസ്പിരിറ്റിയുടെ തിയോളജിയുണ്ട്. പ്രോസ്പിരിറ്റി, സമൃദ്ധിയുടെ സുവിശേഷം. ചിലർ അത് മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ. കാറ് കിട്ടും, വീട് കിട്ടും, സൈക്കിളിൽ പോവാം, ഹെലികോപ്റ്ററിൽ പോകാം, ഇങ്ങനെയുള്ള സമൃദ്ധിയുടെ സുവിശേഷം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനൊക്കെ വേണം. സ്തോത്രം. ചിലർ ഈ പോവർട്ടിയുടെ സുവിശേഷമാണ്, കഷ്ടത മാത്രമേ ഉള്ളെന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് പോവർട്ടി. കഷ്ടത, പ്രയാസം, എന്നും കഷ്ടത പ്രസംഗിക്കുന്ന, എന്നും കഷ്ടതയുണ്ടെന്ന് പറയുന്ന, ദാറ്റ്സ് ദ ഗോസ്പൽ ഓഫ് പോവർട്ടിയാണ്. ദ ഗോസ്പൽ ഓഫ് സമൃദ്ധിയുടെ സുവിശേഷം, ദാരിദ്ര്യത്തിന്റെ സുവിശേഷം. പക്ഷെ വേദപുസ്തകം നമുക്ക് തരുന്നത് ദ ഗോസ്പൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന സുവിശേഷം സംതൃപ്തിയുടെ സുവിശേഷമാണ്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ജീവിതത്തിൽ എനിക്ക് സംതൃപ്തി ഉണ്ട്, ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയാൻ കൃപ പ്രാപിച്ച എത്ര ദൈവമക്കളുണ്ട്? ഇറങ്ങിയത് വെറുതെ ആയിപ്പോയി, ഇറങ്ങണ്ടായിരുന്നു. ഇത്രയും കഷ്ടതയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു. ഇത്രയും പ്രതികൂലം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്നാനപ്പെടത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. സമൃദ്ധിക്കകത്ത് വീണ് ദൈവം കൊടുത്തതാണോ പിശാച് കൊടുത്തതാണെന്ന് അറിയത്തില്ല, ഒത്തിരി നന്മയൊക്കെ കിട്ടി അഹങ്കരിച്ചു പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് വെല്ലുവിളിയുടെ നടുവിലും, ഏത് കഷ്ടതയുടെ നടുവിലും വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച്, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമാണ്
ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, വെല്ലുവിളിയുണ്ട്, അതിൻ്റെ എല്ലാം നടുവിൽ കർത്താവേ ഐ ലവ് യു എന്ന് യേശുവിനെ നോക്കി പറയാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. പതറിപ്പോകാതെ നിന്നത് കഷ്ടത ഇല്ലാഞ്ഞിട്ടല്ല, വെല്ലുവിളികൾ ഇല്ലാഞ്ഞിട്ടല്ല. ആമേൻ. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട്, കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. എന്താ ധൈര്യപ്പെടാൻ പറഞ്ഞതിന്റെ കാര്യം? ഞാൻ ഈ കഷ്ടങ്ങളിലൂടെ ഒക്കെ പോയ ഒരാളാണ്. നമ്മുടെ കർത്താവ് ഏതോ ഒരു കംഫോർട്ട് സോണിൽ നിന്നല്ല നമ്മോട് സംസാരിക്കുന്നത്. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുകയല്ല. കഷ്ടതയുടെ ആഴമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് കൈമാറുന്ന ദൂതാണ്, നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ധൈര്യപ്പെടുവീൻ. പരിശുദ്ധാത്മാവ് ഈ സഭായോഗത്തിൽ ചിലരോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ധൈര്യപ്പെട്ടോണം. നീ ചഞ്ചലപ്പെട്ടു പോകരുത്, നീ ഇടറിപ്പോകരുത്, നീ പതറിപ്പോകരുത്, നീ ഇടയ്ക്കിടയ്ക്ക് വിഷമം നിന്നെ പിടിച്ചു കുലുക്കല്ല്. വളരെ സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും പിശാചിലെ തോട്ട്സ് ഒക്കെ നമ്മുടെ അകത്ത് കൊണ്ടുവരുന്നത്. കുറെ ചിന്തകൾ കൊണ്ടുവന്ന് ആ കഷ്ടതയ്ക്ക് അകത്തേക്ക്, ആ ചിന്തകൾക്കകത്ത് നമ്മളെ ഒതുക്കിക്കളയും. എന്നാൽ ഇന്ന് നമ്മൾ ജയത്തോടെ ദൈവത്തെ സ്തുതിച്ചിട്ട് വേണം പോകാൻ. കാരണം അത്രമാത്രം ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സർവശക്തനാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ലോകത്തെ ജയിച്ച കർത്താവാണ്. ലോകത്തെ ജയിക്കുക എന്ന് പറയുന്നത് പാപത്തിന്റെ മേൽ ജയമെടുത്തെന്ന് വേണേൽ പറയാം. പക്ഷെ കർത്താവ് പാവം ഒഴികെ ബാക്കി എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടയാളാണ്. ലോകത്തിന്റെ മുഴുവൻ ടെംപ്റ്റേഷനെയും അതിജീവിച്ച ഒരാളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. എല്ലാ പരിശോധനക്കകത്തൂടെയും കടന്നുപോയി എല്ലാത്തിൻ്റെ മേൽ ജയമെടുത്തു. സ്തോത്രം. കർത്താവിന് വിശന്നു, കർത്താവിന് ദാഹിച്ചു, കർത്താവിന് ടാക്സ് അടയ്ക്കേണ്ടി വന്നു. ആമേൻ. കർത്താവ് കഷ്ടങ്ങളിലൂടെ അടി, നിന്ന, പരിഹാസം, ദുഷിയും, മരണം. ഓ ജീസസ്, ആ മരണത്തെ പോലും കർത്താവ് ജയിച്ചു. അപ്പോൾ മരണത്തെ ജയിച്ച ഒരാൾ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അതെന്റെ കർത്താവാണ്. ആ കർത്താവ് പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെടുക. ഇന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് ഈ ദൂത് എനിക്ക് തന്നത് ചിലരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാ. വലിയ കഷ്ടതയിലൂടെ പോകുന്നവരുണ്ട്. പുറത്തു നോക്കിയാൽ നിങ്ങളെ കണ്ടാൽ ആർക്കും അറിയില്ല. പുറമെ നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആണ്. നിങ്ങൾ ആരോട് നിങ്ങളുടെ ഭാരങ്ങൾ പറയുന്നില്ല, നിങ്ങളുടെ വേദനകൾ ആരോട് ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വരുന്നു, നല്ല വാഹനത്തിൽ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ ഉള്ളപ്പോഴും പലരും പോയിട്ടില്ലാത്ത പ്രതിസന്ധിക്കകത്തൂടെ പോകുന്ന ചിലരെ നോക്കി ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഈ സഭായോഗത്തിൽ ദൂത് കൈമാറുന്നു. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കെ, ലോകത്തെ ജയിച്ച കർത്താവ് ഈ കഷ്ടതയുടെ മേൽ നിനക്ക് ജയം തരാ. ഇന്ന് നീ കടന്നു പോകുന്ന പരിശോധനയ്ക്കകത്തൂന്ന് നിന്നെ ജയത്തോടെ പുറത്തു കൊണ്ടുവരാൻ ഈ ദൈവം സർവശക്തനാണെന്ന് അവൻ ദൂത് കൈമാറുകയാണ്. അത് എത്ര കഠിനമായ ശോധനയാണെങ്കിലും, എത്ര ആഴമായ വേദനയാണെങ്കിലും, ഈ വേദനയ്ക്ക് നിന്നെ തകർക്കാൻ പറ്റില്ല. ഇത് നിന്റെ അന്ത്യമല്ല. ഓ ജീസസ്, ഇതിനകത്തൂന്ന് ദൈവത്തിനെ പുറത്തു കൊണ്ടുവരും. ഈ കഷ്ടതയെക്കുറിച്ച് പുതിയ നിയമത്തിൽ വലിയ വെളിപ്പാട് കിട്ടിയ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസായിരുന്നു. ആരാണ്? അപ്പോസ്തലനായ പൗലോസ്. ഈ കഷ്ടതയെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒക്കെ വലിയ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് പൗലോസാണ്.
കാരണം അപ്പോസ്തലന്മാരിൽ വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് ആര്? അപ്പോസ്തലനായ പൗലോസ്. അനുഭവമുള്ളവനെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ പറ്റും. അപ്പൊ എന്തിനു വേണ്ടി ദൈവം നമ്മളെ ഈ കഷ്ടതയിലൂടെ കടത്തിവിടുന്നു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ ഉറപ്പിക്കാനാണ്. ജീസസ്, ഹല്ലേലൂയ. കഷ്ടതയിലൂടെ കടന്നുപോയ, തകർച്ചയിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാളെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. ഈ ലേഖനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ, പത്രോസും കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഷ്ടതയുടെ പരിശോധന ഞാൻ പറഞ്ഞു വരാം. അവരൊക്കെ പറയാൻ ഇതെല്ലാം തന്നെ ഈ എഴുതിയിരിക്കുന്നത് ഉപദേശത്തിൽ അവരെ ശക്തിപ്പെടുത്താനും ഈ ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടതകളുടെ നടുവിൽ പതറിപ്പോകാതെ ഉറപ്പായി നിൽക്കേണ്ടതിന് വേണ്ടി ഉറച്ചു നിൽക്കണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ മണ്ണന്തല KRCയിൽ പ്രസംഗിച്ച വിഷയമാണത്. ഉറപ്പോടെ നിൽക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ ദൂത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ ഉറപ്പിക്കുന്നേ? മനസ്സുറപ്പിക്കുക. അന്ന് പ്രസംഗിച്ച് പറഞ്ഞിരിക്കുക, നിങ്ങളുടെ മനസ്സ് ഉറച്ചിരിക്കണമെന്ന് പൗലോസ് പറയുക, പത്രോസ് പറയുക. എന്തിനെ ഉറപ്പിക്കാം? ഉറപ്പിക്കാൻ പറ്റാത്ത ഒറ്റ സാധനമുള്ള ഏതാ? മനസ്സ്. ഒരു വലിയ കപ്പലിനെ നങ്കൂരമിട്ട് ഉറപ്പിക്കാൻ പറ്റും. ഒരു വലിയ ബിൽഡിങ്ങിനെ ഫൗണ്ടേഷന്റെ മേൽ ഉറപ്പിക്കാൻ പറ്റും. എല്ലാറ്റിനും ഉറപ്പിക്കാൻ പറ്റും. ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം മനസ്സാണ്. ഇതിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുമ്പോഴാണ് പൊട്ടിക്കരയുന്നത്, ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ആ സ്ഥിരത നഷ്ടപ്പെടുമ്പോഴാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകാതെ കഷ്ടതയിൽ, പ്രയാസങ്ങളിൽ, വെല്ലുവിളികളിൽ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിൽ ഉറപ്പിക്കണം. ഓ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ എക്സോസ്റ്റഡ് ആയി പോകരുത്, നിങ്ങൾ പതറിപ്പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങളെ തന്നെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. പൗലോസ് ധാരാളം, ബാക്കിയൊന്നും വായിപ്പിക്കാൻ ഒത്തിരി വായിക്കാൻ പറ്റില്ല, ധാരാളം കാര്യങ്ങൾ കഷ്ടതയിൽ സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യർ 1:24. പൗലോസിന്റെ വാക്യങ്ങൾ വായിക്കാൻ പോയാൽ ഞാൻ 2 പേജ് എഴുതി വെച്ചിരിക്കുകയാണ്, പക്ഷെ വായിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോവുക. 1-2 കാര്യം മാത്രം. നിങ്ങൾ കഷ്ടതയിൽ, കൊലോസ്യർ 1:20, കഷ്ടതയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഫിലിപ്പിയർ 1:29, കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 3:3, കഷ്ടം അനുഭവിക്കാൻ നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു. യു ആർ അപ്പോയിന്റഡ്. ഹലോ, ഇതൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് കഷ്ടം പ്രയാസമില്ല പാസ്റ്ററെ എന്ന് പറയും. ഹല്ലേലൂയ. കഷ്ടം അനുഭവിക്കാൻ ദൈവം നമ്മളെ, നമുക്ക് കഷ്ടം അനുഭവിക്കാൻ നമ്മളെ നിയമിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 5:4, ഞങ്ങൾ കഷ്ടതയിലും എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. കഷ്ടതയിൽ പ്രശംസിക്കാനും കണ്ടുണ്ടോ? കഷ്ടതയിൽ പ്രശംസിക്കാൻ പറ്റുമോ? കഷ്ടതയിൽ നമ്മൾ മർമറിയും. കഷ്ടതയിൽ നമ്മൾ എന്ത് ചെയ്യും? സഹിക്കാൻ വയ്യ എന്നല്ലേ പറയുള്ളൂ. കഷ്ടതയിൽ കർത്താവേ സ്തോത്രം, കഷ്ടത തന്നതിനായി സ്തോത്രം ആരും പറയൂ. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങൾ കഷ്ടതയിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ആ കഷ്ടതയിൽ ഞങ്ങളുടെ പ്രത്യാശ വയ്ക്കുന്നു. ഫിലിപ്പിയർ 3:10, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോട് ഞങ്ങൾക്ക് കൂട്ടായ്മ കിട്ടുന്നു. ഞാൻ പറഞ്ഞു പോകുന്നത് ഇതൊന്നും നിന്ന് പ്രസംഗിച്ചാൽ ഇന്നൊന്നും തീരത്തില്ല, അതുകൊണ്ടാ. സ്തോത്രം. മറ്റു കാര്യങ്ങൾ പറയാം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോട് നമുക്ക് കൂട്ടായ്മ കിട്ടുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
2 തിമോഥെയോസ് 2:3 ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായ നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. കഷ്ടത സഹിക്കാൻ ഒരു ഭക്തന് പറ്റണം. കഷ്ടം സഹിക്കാം. 2 തിമോഥെയോസ് 3:12 കഷ്ടം എന്താ എഴുതിയിരിക്കുന്നില്ല? 3:12 2 തിമോഥെയോസ് 3:12 എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. They shall suffer persecution. നിങ്ങൾ പീഡനത്തിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും. പൗലോസിനോട് പറയുകയാണ് ആക്സ് 20:23 ബന്ധനങ്ങളും കഷ്ടങ്ങളും നിനക്കായി കാത്തിരിക്കുന്നു. അമ്മാച്ചനും അനന്തരവനും അപ്പനും അമ്മയും കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഗൾഫിൽ നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് എയർപോർട്ടിൽ വരുമ്പോൾ എയർപോർട്ടിൽ ഭാര്യയും മക്കളും കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ യെരൂശലേമിലേക്ക് പോകുമ്പോൾ യെരൂശലേമിൽ ആര് കാത്തിരിക്കുന്നു? കഷ്ടങ്ങളും ബന്ധനവും. പിന്നെ അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടുവോ? പ്രതികൂലമുണ്ടെന്ന് കേട്ടാൽ നമ്മൾ അങ്ങോട്ട് പോകുമോ? നമ്മൾ വഴിമാറിപ്പോകുമോ? ഗൂഗിൾ മാപ്പിൽ നമ്മൾ മാപ്പ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ട്രാഫിക് ഉണ്ട് ഒരു വഴിയും ട്രാഫിക് ഇല്ലാത്തൊരു വഴിയും കണ്ടാൽ നമ്മൾ ഏത് വഴി പോകും? ട്രാഫിക് 30 മിനിറ്റ്സ് ഡിലേ ആകുന്ന ട്രാഫിക് ഉള്ളൊരു വഴിയും ട്രാഫിക് ഇല്ലാത്തൊരു വഴിയും കണ്ടാൽ നമ്മൾ ഏത് വഴി ചൂസ് ചെയ്യും? ട്രാഫിക് ഇല്ലാത്ത വഴി ചൂസ് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടു പോകും. സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ ജീവിതം കുറുക്കു വഴിയുടെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം കഷ്ടതയിൽ നിന്ന് ഒളിച്ചോട്ടത്തിന്റെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ മുഴുവൻ ഫേസ് ചെയ്യാൻ ദൈവം നിനക്ക് കൃപ തരിക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ നിരാശപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ദൂതിന്ന് കൈമാറുകയാണ്. ഞാൻ ആദ്യം ദൈവത്തോട് കർത്താവെ കഷ്ടതയെ കുറിച്ച് പ്രസംഗിക്കണോ? കർത്താവ് പറഞ്ഞ് പ്രസംഗിക്കണം. കാരണം ചിലരെ ഇന്ന് പകൽക്കാലം ദൈവം ബലപ്പെടുത്തി ശക്തീകരിക്കുന്ന ഒരു പകലാണെന്ന് ജീസസ് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഷ്ടതകൾ എക്സ്പെക്റ്റഡ് അല്ല, കഷ്ടതകൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. കഷ്ടതകൾ പ്രതീക്ഷിച്ചതല്ല, എന്നാൽ അപ്രതീക്ഷിതമായി നീ നേരിടുന്ന കഷ്ടതകളിൽ നിന്നെ കൈവിടാത്തൊരു ദൈവം. ജീസസ്, നിന്നെ കൈവിടാത്ത ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസിനെ തെരഞ്ഞെടുത്തപ്പം തന്നെ കർത്താവ് ആ വെളിപ്പാട് കൊടുത്ത തെരഞ്ഞെടുത്തേ. ചിലർക്ക് ഈ വെളിപ്പാട് ദൈവം കൊടുക്കും. ജീവിതത്തിൽ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് അതിനുള്ള കപ്പാസിറ്റി, കഴിവുടെ ദൈവം കൊടുക്കും. പൗലോസിനെ ദൈവം ചൂസ് ചെയ്തത്, തെരഞ്ഞെടുത്തത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായം അതിന്റെ 15-16 വാക്യത്തിൽ അതിന്റെ 14 മുതൽ വായിച്ചോ. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്റെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട് നീ പോണം. വായിച്ചേ. അവൻ എന്റെ നാമം. അതിന്റെ 16-17 വാക്യം തൊട്ടാ വായിച്ചേ. എല്ലാവർക്കും കൂടെ മനസ്സിലാകാനായിട്ട് ഒരു 13 വട്ടം വായിച്ചേ. അതിന് അനന്യാസ് കർത്താവേ. ഡമസ്കോസിലുള്ള കത്രുദാസനാണ് ആര്? അനന്യാസ്. അനന്യാസിനോട് ദൈവം പറയുകയാണ്, മോനെ നീ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോവാ. ഉടനെ അനന്യാസ് ചോദിച്ചു, കർത്താവ് പറ, നീ എന്ത് പറഞ്ഞു? പോകാം, ചെയ്യാം. വായിച്ചേ. അതിന് അനന്യാസ് കർത്താവേ. എന്താ ശുശ്രൂഷ പറഞ്ഞേ? നീ ചെല്ലണം, നേർവീതി
എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഈ ദൂത് ഭയങ്കര പ്രതികൂലമായ ദൂതാ. കർത്താവ് ഇവര് പേടിച്ചിരിക്കുകയാണ്. ശൗല് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെയെല്ലാം കൊന്നുകളയും, ഞങ്ങളെ അറസ്റ്റ് ചെയ്യും, ഞങ്ങളെ ജയിലിലടയ്ക്കും എന്ന് പേടിച്ച് ഭയപ്പെട്ട് വീടിനകത്ത് കതകടച്ചിരിക്കുമ്പം നിങ്ങളെന്നോട് ഉണ്ടേ. സ്തോത്രം. ദൈവത്തിന്റെ ദൂതം വന്ന് അനന്യാസിനോട് പറഞ്ഞു, നീ ചെല്ലണം ഒരുത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് മറ്റാരുമല്ല, നീ ഭയപ്പെടുന്ന, നീ പേടിക്കുന്ന, നിന്നെ പിടിച്ചുകെട്ടാൻ, നിന്നെ ജയിലിലടയ്ക്കാൻ, നിന്നെ കൊന്നുകളയാനായിട്ട് വന്ന ശൗലിനു വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പോണം. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങളിൽ നീ കേൾക്കാൻ പോകുന്ന ചില ദൂതുകൾ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ അപ്പുറമാണെങ്കിലും അത് നിന്നെ കൊണ്ട് ചെയ്യാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. നിനക്ക് പ്രതികൂലമായി നിന്ന ചിലതിനു വേണ്ടി, നിന്നെ തകർക്കാൻ നിന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ നിന്റെ പ്രാർത്ഥനയാൽ ചില വിടുതലാക്കി മാറ്റാൻ, നിന്റെ ശുശ്രൂഷയാൽ ഒരു വിജയമാക്കി മാറ്റാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുക. സ്തോത്രം. ഹല്ലേലൂയ. അനന്യാസ് പറഞ്ഞു, കർത്താവേ, വായിച്ചേ. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ പോയി കണ്ടില്ലെങ്കിൽ ഇത് കേട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അടുത്തത്, ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചുകെട്ടുവാൻ അവൻ പിടിച്ചുകെട്ടാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ടെന്ന് ഉത്തരം പറഞ്ഞു. അധികാരപത്രവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കർത്താവ് അവനോട് നീ പോക, നീ പോകണം. അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന്. ഹലോ, നമ്മുടെ വിഷയം മറക്കല്ലേ. സ്തോത്രം. കർത്താവ് എടുത്ത് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. എന്റെ നാമത്തിനു വേണ്ടി അവൻ ചിലത് ചെയ്യുമെന്നല്ല പറഞ്ഞത്, എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ. ഹല്ലേലൂയ. ദൈവനാമത്തിനു വേണ്ടി ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടം വന്നാൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, അത് ദൈവനാമത്തിന് മഹത്വമാകാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വമാകത്തക്ക രീതിയിൽ ഒരു കഷ്ടത ദൈവം നിനക്ക് തന്നാൽ കഷ്ടതയ്ക്കകത്തു നിന്നെ പുറത്തു കൊണ്ടുവരാനും അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനും ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ കഷ്ടത എന്ന് പറയുന്നത്, ഈ കഷ്ടതയിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള സമയമേ എൻ്റെ മുമ്പിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കഷ്ടത നമുക്ക് സ്ഥിരത നൽകും. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കഷ്ടത നൽകുന്നത്, കഷ്ടത നമ്മളെ ബലഹീനമാക്കുകയല്ല. കഷ്ടത ക്രിസ്തീയ ജീവിതത്തിൽ അസ്ഥിര തരികയല്ല. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത നമുക്ക് സ്ഥിരത നൽകും. റോമാലേഖനത്തിൽ 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചാണ്. അത് തന്നെയല്ല
അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അടുത്തത്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുമല്ലോ. കഷ്ടത സഹിഷ്ണുത നമുക്ക് തരികയാണ്. മനസ്സിലായോ പറയുന്നത്? അത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. ഒരു ആഴമായ ഒരു സ്ഥിരത പരിശുദ്ധാത്മാവ് തരും. ഈ കഷ്ടത എന്ത് നൽകും? ക്രിസ്തീയ ജീവിതത്തിൽ അത് യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് 1:2-4 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ ഒന്നുകൂടെ മനസ്സിലാകും. വായിച്ചാട്ടെ, യാക്കോബ് 1:2-4 വരെയുള്ള വേദഭാഗങ്ങൾ. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അതാണ് കഷ്ടത എന്ന് പറയുമ്പോൾ ദൈവം അനുവദിച്ചിട്ട് വരുന്നൊരു കാര്യമാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കഷ്ടത ദൈവം അനുവദിച്ചിട്ട്, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെതാകുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് ദൈവം അറിഞ്ഞിട്ടാണ്. നമ്മുടെ തലയിലെ രോമം പോലും ദൈവം എണ്ണി നിർണയപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്ന് നിലത്ത് വീഴണമെങ്കിൽ ആരറിയണം? അനുവദിക്കണം? ദൈവം അനുവദിക്കണം. അപ്പൊ ദൈവം അനുവദിക്കാതെ ഒരു കഷ്ടതയും നമുക്കുണ്ടാകുന്നില്ല. സ്തോത്രം. ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ നമുക്കറിയാം. ഇയ്യോബിന്റെ പുസ്തകം തന്നെ നമുക്ക് കിട്ടിയത് ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനായതുകൊണ്ടൊന്നുമല്ല. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ ഇന്നും വായിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്തത് ഇയ്യോബ് എല്ലാ വിശേഷ ദിവസങ്ങളിലും യാഗം കഴിക്കുന്നവനായതുകൊണ്ടല്ല. ഇയ്യോബ് കടന്നുപോയ കഷ്ടതയാണ് ആ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഓരോ പുസ്തകത്തിൽ നിന്നും ഓരോ വ്യക്തിയിൽ നിന്നും പഠിക്കാനൊരു പാഠം വേദപുസ്തകത്തിലുണ്ട്. അബ്രഹാമിനെ നമ്മൾ എന്താ പഠിക്കുന്നത്? അബ്രഹാമിന്റെ പേര് തന്നെ വിശ്വാസികളുടെ ദ ഫാദർ ഓഫ് ഫെയ്ത്ത് എന്നാണ്. വിശ്വാസികളുടെ പിതാവ്. അബ്രഹാമിന്റെ വിശ്വാസമാണ് അബ്രഹാമിൽ നമുക്ക് പഠിക്കാനുള്ള വിഷയം. വിശ്വാസത്തോടെ അവൻ നേടിയെടുത്ത ആ വാഗ്ദത്തങ്ങൾ. ഇയ്യോബിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് കടന്നുപോയ കഷ്ടതയാണ്. സ്തോത്രം. ആ കഷ്ടത എങ്ങനെ ലഭിച്ചു? ദൈവം അനുവദിച്ചു. അവൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചിട്ടാണ്. ആമേൻ. പിശാച് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് കർത്താവിനോട് പറഞ്ഞു, ഞാൻ അവനെ തൊടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുക. നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവന്റെ അടുത്ത് പോകാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഒരു ഉറപ്പ് കിട്ടിയേ, നമുക്ക് ചുറ്റും ആര് വേലി കെട്ടിയിട്ടുണ്ട്? നമ്മുടെ ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. സ്തോത്രം. അവൻ നമുക്ക് തീമതിലാണെന്ന് പ്രവാചകൻ പറയുക. അപ്പൊ സാധാരണ വേലിയല്ല കെട്ടിയിരിക്കുന്നത്, നമുക്ക് ചുറ്റും തീമതിൽ കെട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്നെ തൊടാതെ, നിന്നെ അനർത്ഥത്തിൽപ്പെടുത്താതെ, നീ തകർന്നു പോകാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്ന് യൂദ പറയുന്നത് പോലെ അവൻ ക്രിസ്തുവേശുവിന് വേണ്ടി എന്നെ സൂക്ഷിക്കുന്ന ദൈവം. വീഴാതവണ്ണം അവന്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി നിൽക്കാൻ അവൻ നമ്മെ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവം. ഓ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മളെ സംരക്ഷിക്കുന്നത് ദൈവമാണ്. നമ്മളെ സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു? നാം ദൈവത്തിന്റെ വകയായതുകൊണ്ട്, ദൈവത്തിന്റെ മകളായതുകൊണ്ട് കൺമീർ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. അപ്പോൾ ദൈവത്തിന്റെ മക്കളായി തീർന്നത് കൊണ്ട് ദൈവം ഒരു കോഴി തന്റെ കുഞ്ഞിനെ
ചിറകടിയിൽ പരിപാലിക്കുന്നത് പോലെ, ഓ ജീസസ്, നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ അടുത്ത് വന്ന് പിശാച് പറഞ്ഞു, നീ ഒന്ന് അവനെ തൊടാൻ അനുവദിക്ക്, അവന്റെ വിശ്വാസം എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. സ്തോത്രം. ദൈവം പറഞ്ഞു, നീ അവന്റെ പ്രാണനെ തൊടരുത്, അവന്റെ ദേഹത്തെ തൊട്ടാൻ പറഞ്ഞു, അവന്റെ തലമുറയെ തൊട്ടാൻ പറഞ്ഞു. അനുവദിച്ചു കൊടുത്തു. ദൈവം അനുവദിച്ചത് കൊണ്ടാണ് ഈ കഷ്ടതയ്ക്ക് ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ദുഷ്ട പിശാചിനെ പുറത്താക്കിയിട്ട് പറഞ്ഞു, നീ എന്തെല്ലാം അപഹരിച്ചോ അത് മുഴുവൻ ഇരട്ടിയായി ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല, എന്റെ ദൈവം ആർക്കും ബാധ്യതയല്ല. എന്റെ ദൈവത്തിന് വേണ്ടി നിന്ന് ഏതെങ്കിലും വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അവൻ എന്തെല്ലാം കഷ്ടത നീ സഹിച്ചിട്ടുണ്ടോ അതിനെല്ലാം മറുപടിയായി നിനക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുകയാണ്, എന്റെ കർത്താവിന് വേണ്ടി നീ അനുഭവിച്ച കഷ്ടത, നിന്ന, പരിഹാസം, വേദന, രോഗം എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അതിന്റെ 100 മടങ്ങ് പ്രതിഫലം തരാം. അവൻ കഷ്ടങ്ങളിലൂടെ പോകാൻ, നിങ്ങളിന്ന് കടന്നു പോകുന്ന കഷ്ടത പെർമിറ്റഡാ, അനുവദിച്ചതാ. മനസ്സിലായോ? ദൂത് മനസ്സിലായോ? ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായി ഇത്ര ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന കഷ്ടത, നിങ്ങളുടെ വെല്ലുവിളി, നിങ്ങളുടെ രോഗം എന്തോ ആയിക്കൊള്ളട്ടെ, അത് മുഴുവൻ എൻ്റെ ദൈവം അനുവദിച്ചതാണെന്നും എൻ്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും എൻ്റെ ദൈവം കാണാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ലെന്നും എൻ്റെ ദൈവം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി, എനിക്കൊരു സ്ഥിരത തരേണ്ടതിന് വേണ്ടി, എന്നെ വിശ്വാസത്തിൽ നിലനിർത്തേണ്ടതിന് വേണ്ടി മറ്റു പലരെയും ഉപയോഗിച്ചിട്ടില്ലാത്തതുപോലെ ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ട് എന്റെ കർത്താവ് എന്നെ കടത്തിവിട്ട പരിശോധനയാണ്. ജീസസ്, ജീസസ്. ഏറ്റെടുക്കാൻ കഴിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ കഷ്ടതയിൽ നിന്നെ പരിഹസിച്ചവരുണ്ട്, നിന്റെ കഷ്ടതയിൽ നിന്നെ വിട്ടുപോയവരുണ്ട്, നിന്റെ കഷ്ടതയിൽ നിനക്കെതിരെ ദോഷം പറഞ്ഞവരുണ്ട്. ആ ദോഷം പറഞ്ഞവരുടെ നടുവിൽ അവർ കാണത്തക്ക രീതിയിൽ നിന്റെ കഷ്ടതയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവരുടെ നടുവിൽ നിന്നെ ഉയർത്താൻ, അവരെ മാനിക്കാൻ, നിന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൂത് മനസ്സിലായോ നിങ്ങൾക്ക്? എൻ്റെ ലക്ഷ്യം അതാണ്, നിങ്ങൾക്ക് ദൂത് മനസ്സിലാകണം. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷത്തായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യും. മിസ്രയീം വീട്ടാതിൽ ഖേദിപ്പാനില്ലൊന്നും, അവകാശദേശവൻ മുൻപിലുണ്ട്. ഓ മിസ്രയീം വീട്ടാതിൽ ഖേദിപ്പാനില്ലൊന്നും, മുൻപിലുണ്ട്. അവനെന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യും. അമ്മേൻ അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ, അവകാശം നൽകിയോൻ കൂടെയുണ്ട്. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ,
അവകാശം നൽകിയോ കൂടെയുണ്ട്. ആമേനെന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ആമേൻ. നിന്ദിച്ചവർ നടുവിൽ, പരിഹസിച്ചവർ നടുവിൽ, ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ പോലും തീ കോരിയിട്ടിട്ട് പോയപ്പോൾ, സ്തോത്രം, കൂടെ നിൽക്കുമെന്ന് ഉടമ്പടി ചെയ്തു കൈക്ക് പിടിച്ചിറങ്ങിയ ഭാര്യ പോലും നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞ് മരിക്കാൻ പറഞ്ഞപ്പോൾ, ഓ ജീസസ്, യോഹു പതറിപ്പോയില്ല. യോഹു പറഞ്ഞൊരു കാര്യമുണ്ട്, അന്യനല്ല. എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ പ്രിയനെ കാണും. ഈ ദ്രവിച്ച ശരീരത്തോടല്ല, ഈ പുഴുവരിച്ച ശരീരത്തോടല്ല ഞാൻ എൻ്റെ കർത്താവിനെ കാണാൻ പോകുന്നത്. ഞാൻ ദേഹസഹിതനായി എൻ്റെ പ്രിയനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ. ഇന്ന് പകൽക്കാലം അകത്തളത്തിൽ പ്രതിസന്ധിയുടെ പതറിപ്പോയ നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നീ പതറിപ്പോകരുത്, പിടിച്ചു നിന്നോണം. ഹോൾഡ് ഓൺ ജീസസ്, ഹോൾഡ് ഓൺ യുവർ ഗോഡ്. അവൻ God will exalt you in due time. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപരിക്കുന്നുണ്ട്. ചില കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചില കഷ്ടതകൾക്ക് എന്റെ ദൈവം വിരാമം കുറിക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. നീ കടന്നു പോകുന്ന പരിശോധനകളെ എന്റെ ദൈവം മാറ്റുന്നത്. പരിശോധന നമുക്ക് സഹിഷ്ണുത തരും. കഷ്ടത നമുക്ക് സഹിഷ്ണുത. കഷ്ടതയെ കഴിഞ്ഞ് നമ്മൾ പുറത്തു വന്നു കഴിയുമ്പം നമ്മൾ തന്നെ പറയും, ഐ ഡോണ്ട് നോ ഹൗ ഐ സർവൈവ്ഡ്. ഞാൻ എങ്ങനെ ഇതിനെ അതിജീവിച്ചെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തോന്നിയ ദൈവമക്കളിവിടെ വന്നിട്ടുണ്ടോ? ഒരു പ്രതിസന്ധിയെ അതിജീവിച്ച് പുറത്തു വന്നു കഴിയുമ്പോൾ, കർത്താവേ, അന്ന് ഞാൻ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നീ കടന്നുപോയ വേദനകളുടെ നടുവിൽ ദൈവസാന്നിധ്യം ഈ ഓണിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന്റെ കരച്ചിലിനെ തൊടുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓരോ പ്രശ്നങ്ങൾ കടന്ന് നീ അതിജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് പോലും വിശ്വസിക്കാം. ഒരഭിഷേകം ദൈവം ചിലരുടെ മേൽ പകരുന്നു. ഒരഭിഷേകത്തിന് ശക്തി ദൈവം ചിലരുടെ മേൽ പകരുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് തോന്നിയ സമയങ്ങളിൽ പോലും നിന്നെ ഹോൾഡ് ഓൺ ചെയ്തൊരു ദൈവം, നിന്നെ കരങ്ങളിൽ വഹിച്ചൊരു ദൈവം, നിന്നെ താങ്ങിയ ദൈവം. നീ താഴടിയായി പോകാതിരുന്നത് ദൈവം നിനക്ക് സഹിക്കാൻ കൃപ തന്നതുകൊണ്ടാണ്. നീ ബലഹീനനായി പോകാതിരുന്നത് നിന്റെ കരങ്ങളിൽ വഹിച്ചൊരു ദൈവം ഉണ്ടായിരുന്നതുകൊണ്ടാ. ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞൊരു മനോഹരമായ ഒരു റൈറ്റിംഗ് പല വീടുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഫുട് പ്രിന്റ്സ് എന്ന് പറഞ്ഞു 4 പാദങ്ങൾ, കാൽപാദത്തിന്റെ അടയാളം. സ്തോത്രം. ചിലയിടങ്ങളിൽ 2 കാൽപാദമേ ഉള്ളൂ, ചിലയിടങ്ങളിൽ 4 കാൽപാദം. ഒരു ദിവസം ഒരു മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോൾ അവൻ കടന്നുപോയ പ്രശ്നങ്ങളൊക്കെ ദൈവം അവനെ കാണിച്ചു. അവൻ നടന്നുപോയ കാൽപാദങ്ങൾ, ഫുട് പ്രിന്റ്സ് അവനെ കാണിച്ചു. 4 പേര് പോകുന്ന കർത്താവേ, ഇത് 6 കാലാ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോയത് ഈ കഷ്ടതയിൽ.
അവിടെ 4 പാതകളുണ്ടല്ലോ കർത്താവേ. കർത്താവ് പറഞ്ഞു, മോനെ അത് വേറെ ആരുമല്ല, ഞാനാ. നീ കഷ്ടത്തിലൂടെ പോയപ്പം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം നീ വീണു പോകുമായിരുന്നു എന്ന്, നീ തളർന്നു പോകുമായിരുന്നു, എനിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ നടത്തുകയായിരുന്നു. നീ നടന്നതല്ല, ഞാൻ നിന്നെ നടത്തിയതാണ്. നീ പിടിച്ചു നിന്നത് നിന്റെ കഴിവല്ല, എന്റെ കൃപയാണ്. ഓ ദൈവകൃപ വ്യാപരിക്കുക, ദൈവകൃപ വ്യാപരിക്കുക. അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കുന്നു. ചിലയിടങ്ങളിൽ ചെന്നപ്പം 4 കാൽപാദങ്ങളില്ല, 2 കാൽപാതയേ ഉള്ളൂ. കർത്താവ് കാണിച്ച തന്നോട്, കർത്താവ് ഇതായിരുന്നല്ലോ ഞാൻ ഏറ്റവും വേദനിച്ച സമയം. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത, ഒട്ടും സഹിക്കാൻ പറ്റാത്ത കണ്ണുനീരിന്റെ കയത്തിലൂടെ ഞാൻ പോയ സമയമാണല്ലോ ഇത്. അവിടെ നീ എന്നെ ഇട്ടിട്ട് പോയോ കർത്താവേ? അവിടെ നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കാണല്ലോ നടന്നത്. കർത്താവ് പറഞ്ഞു, മോനെ അത് നിന്റെ കാൽപാദമല്ല, അതെന്റെ കാൽപാദമാണ്. എന്റെ കാൽപാദമാണ്. അവിടെ നീയല്ല നടന്നത്, ഞാനാണ് നടന്നത്. നീ എൻ്റെ കൈകളിലായിരുന്നു, നീ എൻ്റെ കൈകളിലായിരുന്നു. പകൽക്കാലം അനുഭവമുള്ള ദൈവമക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീ പിടിച്ചു നിന്നത്, നീ നടന്നത്, നീ അതിജീവിച്ചത്, നീ സർവൈവ് ചെയ്തത് നിന്റെ കഴിവല്ല. ഇന്ന് പകൽക്കാലം അഭിഷേകം നിന്റെ മേൽ പകരുക. ചില പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുന്ന, നിന്റെ കരങ്ങളിൽ വഹിക്കുന്ന, നിന്റെ ഉള്ളം കൈയിൽ വരച്ചു നടത്തുന്ന ഒരു ശത്രുവിനും അമ്മാനമാടാൻ ഇട്ടുകൊടുക്കാതെ ഉള്ളം കൈയിൽ പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഒരു ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്കും നിന്നെ വലിച്ചെറിയാൻ കഴിയാതെ പിടിക്കുന്ന ഒരു കരമുണ്ടെന്ന്. ഒരു അഭിഷേകം നിന്റെ മേൽ പകരുന്നു, ഒരു ദൈവശക്തി നിന്റെ മേൽ പകരുന്നു, ഒരു കൃപ നിന്റെ മേൽ പകരുന്നു, ഒരു രോഗശാന്തി നിന്റെ മേൽ പകരുന്നു. നിന്റെ കടഭാരങ്ങൾ മാറുന്നു, നിന്റെ പ്രതികൂലങ്ങൾ മാറുന്നു, നിനക്കൊരു വഴികൾ തുറക്കുന്നു. ഹല്ലേലൂയ. കഷ്ടതയിൽ ദൈവം നിനക്ക് സഹിഷ്ണുത തരും, സഹിഷ്ണുത നിനക്ക് സിദ്ധത തരും. കഷ്ടതയിൽ നിനക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നന്മ ആർക്കും അപഹരിക്കാൻ കഴിയാത്ത പ്രത്യാശയാണ്, ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത പ്രത്യാശയാണ്, ആർക്കും നിന്നിൽ നിന്ന് ചോർത്താൻ പറ്റാത്തൊരു പ്രത്യാശയാണ്. ഓ ജീസസ്, ആ പ്രത്യാശ ലോകത്തിൽ എങ്ങുമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. Hudabaraba Shandarabaraba Hudabaraba Shandarabaraba Haudabarigama Kadarabaraba. Hallelujah.
Jesus. നിന്റെ കഷ്ടതയുടെ നീളം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. കഷ്ടതയുടെ നീളം എന്തുമാത്രം ഉണ്ടെന്ന് ഇന്ന് വായിച്ച സങ്കീർത്തനത്തിനകത്തെ ഒടുവിലത്തെ വാക്യം, ഏതാ സങ്കീർത്തനം പാസ്റ്ററെ? 40 സങ്കീർത്തനം ഒടുവിലത്തെ വാക്യം എന്തോ? 40 സങ്കീർത്തനം ഒടുവിലത്തെ വാക്യം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എന്റെ ദൈവമേ താമസിക്കരുത്. നീളം എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. കർത്താവെ നീ താമസിക്കരുത്. ആ നീളം എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ എത്രയും വേഗം അതൊന്ന് തീർത്തു തരണേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധിയുടെ നീളം അറിയില്ല, പ്രശ്നത്തിന് നീളം അറിയില്ല, നീ കടന്നു പോകുന്ന വെല്ലുവിളിയുടെ നീളം നിനക്കറിയില്ല. എന്നാൽ അതിനകത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അധികം താമസിക്കാതെ ഇതിന് നീ ഒരു എൻഡ് ഉണ്ടാക്കണേ, ഒരു അവസാനം ഉണ്ടാക്കണേ. താമസിക്കല്ലേ. കഷ്ടത സഹിഷ്ണുതയെയും അല്ലേ, അതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മള് 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുക. പരീക്ഷ സഹിക്കുന്നവനെ സിദ്ധത ഉണ്ടാവുള്ളൂ. സിദ്ധത ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ പ്രത്യാശ ഉണ്ടാകൂ. അതുകൊണ്ടാണ് പറയുന്നത് കഷ്ടത എന്ത് ചെയ്യണം? സഹിക്കുക. അവിടെ പിറുപിറുക്കല്ലേ. മനുഷ്യനല്ലേ പിറുപിറുത്ത് പോകും, വ്യാകുലപ്പെട്ടു പോകും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ ഗത്സമന തോട്ടത്തിൽ പത്രോസിനെയും യാക്കോബും യോഹന്നാനുമായിട്ട് ചെന്നിട്ട് അവൻ വിലപിക്കാനും തുടങ്ങിയെന്നാണ്. വിഷമം, ഭാരം, സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ ഭാരം വരുമ്പോൾ അറിയാതെ നമ്മൾ തകർന്നു പോകും. എന്നാൽ അവിടെയും പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അടുത്തത്, ഈ വിശ്വാസം നമ്മളെ ശുദ്ധീകരിക്കപ്പെടുന്ന, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്, ശുദ്ധീകരിക്കാൻ. അതാണ് വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തെ എന്ത് ചെയ്യണം? ഒന്ന് ശുദ്ധീകരിക്കണം. എവിടെയെങ്കിലും അവിശ്വാസത്തിൻ്റെ കറുത്ത സ്പോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഈ കഷ്ടതയ്ക്കകത്ത് നമ്മൾ കയറി പുറത്തു വരുമ്പോൾ തിളങ്ങുന്ന വിശ്വാസമുള്ളവരായി മാറണം. ബ്രൈറ്റ് ആയിട്ടുള്ള വിശ്വാസമുള്ളവരായി മാറണം. ഷൈനിങ് ഫെയ്ത്ത് ഉള്ളവരായി മാറണം. അപ്പൊ നമ്മുടെ കഷ്ടത നമ്മളെ തകർക്കാനല്ല, നമ്മുടെ വിശ്വാസത്തെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഒത്തിരി പ്രോസസ്സുകളിലൂടെ റിഫൈൻ ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഒരു പെട്രോളിയം ഉൽപ്പന്നം നല്ല മനോഹരമായ പെട്രോളാക്കി മറ്റ് ഇന്ധനങ്ങളായി വരാൻ എന്തുമാത്രം പ്രോസസ്സുകളിലൂടെ കയറ്റിവിട്ടാണ്, റിഫൈൻ ചെയ്താണ് അത് നമുക്ക് ഉപയോഗമുള്ളതായി മാറുന്നത്. അപ്പം നമ്മൾ റിഫൈൻ ചെയ്യുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മണ്ണെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി റിഫൈൻ ചെയ്യുന്നത് കുറച്ച് മതി. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് ഡീസൽ ഉണ്ടാക്കാൻ വേണ്ടി റിഫൈൻ ചെയ്യുന്നത് അത്രയും കൂടെ വേണ്ട.
പിന്നെ അടുത്ത പ്രോസസ്സിലൂടെ വിട്ടാണ് എന്തുണ്ടാക്കുന്നത്? പെട്രോൾ ഉണ്ടാക്കുന്നത്. ഫ്ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഇന്ധനം കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത. അപ്പൊ റിഫൈൻ ചെയ്യുന്തോറും നമ്മുടെ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ? സ്തോത്രം. റിഫൈൻ ചെയ്യുന്തോറും നമ്മുടെ വാല്യൂ, അതിന്റെ അർത്ഥം ദൈവം നിന്റെ വിശ്വാസത്തെ തിളക്കമുള്ളതാക്കി മാറ്റി. പലരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിൽ, ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. അതാ കഷ്ടത. കഷ്ടതയെന്ന് പറയുന്നത് നമ്മളെ റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് ഇത് മനസ്സിലായോ? സ്തോത്രം. ആ പ്രോസസ്സിനകത്തൂടെ പോകുമ്പോൾ കുറെ വേദനയൊക്കെ അനുഭവിക്കേണ്ടി വരും. അവിടെ ധൈര്യമുള്ളവരായിരിക്കണം. പത്രോസ് പറയുന്നത് 1 പത്രോസ് 1:6-7 വാക്യങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് തീയിൽ റിഫൈൻ തീയിൽ ശോധന. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. തീയിൽ ശോധന കഴിയുന്ന, ഒന്നുകൂടെ വായിച്ച വാക്യം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ തീയിൽ ശോധന കഴിക്കുന്ന പൊന്ന്. ഹല്ലേലൂയ. മോസ്റ്റ് റിഫൈൻഡ് ഗോൾഡ്. ഭയങ്കര വാല്യൂ. ക്യാരക്ടർ കൂടുന്തോറും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിയില്ല, ഒരു വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. സ്തോത്രം. അതോ കുറയുമ്പം വാല്യൂ കൂടുമെന്നാണോ? കൂടുന്തോറും അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അത് വാല്യൂ കൂടണമെങ്കിൽ എത്ര നേരം തീയിലിടുന്നോ അത്രത്തോളമാണ് അതിൻ്റെ മാറ്റ് കൂടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയൊരു കാര്യം മാത്രം പറഞ്ഞു പോകാം. പൊന്ന് തീയിലിടുന്നത് തട്ടാനാണ്, അത് പണിയുന്നവനാണ്. അത് തീയിലിടുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥാവകാശം തട്ടാൻ്റെ കയ്യിലാണ്. ആരുടെ പൊന്നാണെങ്കിലും തീയിലിടുമ്പോൾ ആ തീയിലിടുന്ന തട്ടാൻ്റെ ഉടമസ്ഥതയിലാണ്. ഫുൾ ഗ്യാരണ്ടി ആരാ? ആണോ? തീക്കകത്തിട്ടു തിരിച്ചെടുക്കാൻ പറ്റില്ല, പോയി എന്ന് പറഞ്ഞ ആൾക്കാരെ പറഞ്ഞുവിടാൻ പറ്റൂ? ഇല്ല. തട്ടാൻ അതിനകത്തിടുമ്പോൾ അതിൻ്റെ ഫുൾ കസ്റ്റോഡിയൻ അതിൻ്റെ ഓണർഷിപ്പ് മുഴുവൻ ഈ തട്ടാൻ്റെ കയ്യിലാണ്. സ്തോത്രം. തട്ടാൻ അറിഞ്ഞിട്ടാണ് പൊന്ന് തീക്കകത്ത് വീണത്. പറഞ്ഞു പോകാനേ സമയമുള്ളൂ, മെസ്സേജ് കിടക്കുക ബാക്കി. തട്ടാൻ അറിഞ്ഞിട്ടാണ് പൊന്നെവിടെ വീണേ? ദൈവം അറിഞ്ഞിട്ടാണ്. അതല്ലേ ഇത്ര നേരം പ്രസംഗിച്ച? ദൈവം അറിഞ്ഞിട്ടാണ് ഈ തീക്കകത്ത് വീണത്. ഈ പൊന്നിനെ തീക്കകത്ത് ഇട്ടതിൻ്റെ പിന്നിൽ തട്ടാനൊരു ഉദ്ദേശമുണ്ട്. എന്തിനു വേണ്ടിയാണോ അത് ഉപയോഗിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുന്നത്, എത്രമാത്രം അതിനെ മാറ്റി വർദ്ധിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച്, അതെന്താക്കി തീർക്കണം എന്നുള്ളതിനെ കുറിച്ച് തട്ടാന് ഉള്ളിലൊരു ഫുൾ ഐഡിയ ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് തട്ടാൻ ഇതിനെ തീക്കകത്ത് ഇടുന്നത് എപ്പോഴും അങ്ങിടത്തില്ല. അതിനൊരു ടൈം ലിമിറ്റ് പുള്ളി വെച്ചിട്ടുണ്ട്. ഹലോ, എൻ്റെ കൂടെ ഉണ്ടേ? ആ ടൈം ലിമിറ്റാണ് നമുക്ക് അറിയത്തില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ പ്രസംഗിച്ചു, നമുക്കറിയില്ല നിങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ പൊന്നാണ്,
നമുക്കറിയില്ല എത്രമാത്രം ഇതിനകത്തുണ്ടെന്ന്. ഇട്ട തട്ടാന് അതിൻ്റെ നീളം എന്തുമാത്രം ഉണ്ടെന്ന് അറിയാം, ദൈർഘ്യം എന്തുമാത്രം ഉണ്ടെന്ന് അറിയാം. ആർക്കേ അറിയത്തുള്ളൂ? ഇട്ട തട്ടാനേ അറിയത്തുള്ളൂ. സ്തോത്രം. തീയിൽക്ക് ആ ഇടുന്ന തീയുടെ ചൂടിന്റെ മെഷർമെന്റ് തട്ടാൻ അറിയാം. ഹലോ, ഈ തീക്ക് എന്തുമാത്രം ചൂടുണ്ടെന്ന് ആ തീയുടെ ചൂടറിയുന്ന ഒരു തട്ടാനാണ്. ഇപ്പൊ നമ്മുടെ ദൈവത്തിന് നമ്മൾ കടന്നു പോകുന്ന കഷ്ടതയുടെ തീച്ചൂളയുടെ അതിൻ്റെ ചൂട് എന്തുമാത്രം ഉണ്ടെന്ന്, എത്ര ഡിഗ്രി സെൽഷ്യസിനകത്തൂടാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമ്മുടെ ദൈവത്തിനറിയാം. സ്തോത്രം. പൊന്ന് പുറത്ത് വരുമ്പോൾ അതിൻ്റെ രൂപം മാറിയിരിക്കും, അകത്തിട്ടതല്ല പുറത്തു വരുന്നത്. സ്തോത്രം. രൂപം മാത്രമല്ല, അതിൻ്റെ വാല്യൂ മാറിയിരിക്കും. സ്തോത്രം. അധികം തീക്കകത്ത് കടന്നതിനെ അധികം മേൽത്തരമായതിനു വേണ്ടി ദൈവം ഉപയോഗിക്കും. അധികം കഷ്ടം അനുഭവിച്ചതിനെ അധികം മനോഹരമായ രീതിയിൽ ദൈവം ഉപയോഗിക്കും. ഇന്ന് പകൽക്കാലം ചിലരത് ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പലർക്കും ഇല്ലാത്ത കഷ്ടതയിലൂടെ ദൈവം നിന്നെ നടത്തിയത് മേത്തരമായത് ചിലത് പുറത്തു വരാൻ വേണ്ടിയാണ്. മേത്തരമായ ചിലത്. ഹല്ലേലൂയ. വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ച് വിൽക്കപ്പെട്ട പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയാം? 17-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ജോൺ ബെനിയനാൽ എഴുതപ്പെട്ട പിൽഗ്രീം പ്രോഗ്രസ് എന്ന് പറയുന്ന, പിൽഗ്രീംസ് പ്രോഗ്രസ്, പരദേശി മോക്ഷയാത്ര വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അതിനകത്തെ ക്രിസ്ത്യാനിയും തോളിൽ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവനെയൊക്കെ നിങ്ങൾക്ക് അറിയാം ഇല്ലേ? സ്തോത്രം. പരദേശി മോക്ഷയാത്ര എന്നൊരു സിനിമ വരെ പണ്ടുണ്ടായിരുന്നു, സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു. സ്തോത്രം. ഈ ജോൺ ബെനിയൻ ഈ ഇംഗ്ലണ്ടിൽ സുവിശേഷം പ്രസംഗിക്കാൻ ലൈസൻസ്ഡ് പ്രീച്ചേഴ്സിന് മാത്രമേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ജോൺ ബെനിയനെ ദൈവം വിളിച്ച സുവിശേഷം പ്രസംഗിക്കാനാണ്. തനിക്ക് ലൈസൻസ് കിട്ടിയില്ല. താൻ നടന്ന് പ്രസംഗിച്ചു. തന്നെ പിടിച്ച് ജയിലിനകത്താക്കി. 12 വർഷങ്ങൾ സുവിശേഷം നിമിത്തം ജയിലിൽ കിടന്ന അഭിഷക്തനാണ് ജോൺ ബെനിയൻ. ഹലോ, സ്തോത്രം. സുവിശേഷം പ്രസംഗിക്കാതിരുന്നതിന് ജയിലിൽ പോകണ്ടായിരുന്നു. സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ എന്നെ ഇന്ന് പുറത്തിറക്കിയാൽ നാളെ തൊട്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങും. 12 വർഷം ജയിലിൽ കിടന്നവൻ ജയിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞാണ്, നിങ്ങൾ എന്നെ ഇന്ന് പുറത്തിറക്കിയാൽ നാളെ മുതൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ വീണ്ടും 12 വർഷം കൂടെ കിടക്കാൻ എനിക്ക് മടിയില്ല. എന്നാൽ തൻ്റെ 12 വർഷം ഞാൻ ആ ബെഡ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജോൺ ബെനിയൻ്റെ വീട് കാണണം. എന്നെ ബെഡ്ഫോർഡിൽ കൊണ്ടുപോയി ആ വീടും അദ്ദേഹം താമസിച്ച മുറി, അദ്ദേഹം ഇരുന്ന് എഴുതിയ മേശയും കൊച്ചു മുറിയൊക്കെ ഞാൻ പോയി കണ്ട് ആ കസേരയിലൊക്കെ ചുമ്മാ ഒന്ന് തൊട്ടൊക്കെ നോക്കി. മഹത്വം ഉണ്ടായിട്ടൊന്നുമല്ല, കാണാൻ ഭാഗ്യം കിട്ടിയുണ്ട്. വലിയ വാല്യൂ ഒന്നും, അത് സന്തോഷം. ചെന്നു കണ്ടു. ആ ചരിത്രം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഒരു മ്യൂസിയമാണ് ഇന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ 12 വർഷത്തെ ജയിൽവാസത്തിലെ തൂലികയിൽ പുറത്തു വന്നതാണ് പരദേശി മോക്ഷയാത്ര എന്ന് പറഞ്ഞ പുസ്തകം. അനേക പുസ്തകങ്ങൾ താൻ എഴുതി. നോക്കുക, തൻ്റെ കഷ്ടതയ്ക്കകത്തുനിന്ന് പുറത്തു വന്നത് ബൈബിള് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകമായി മാറി. നീ എത്ര നാൾ കഷ്ടതയ്ക്കകത്തായിരുന്നോ, അതിനകത്തുനിന്ന് നീ പുറത്തു വരുമ്പോൾ നീ മാത്രമല്ല പുറത്തു വരുന്നത്, ലോകത്തിന് കൈമാറാനൊരു സന്ദേശം നിന്റെ കയ്യിലുണ്ടായിരിക്കും. ലോകത്തിന് കൈമാറാനൊരു സന്ദേശം, നിന്റെ തലമുറയ്ക്ക് കൈമാറാനൊരു സന്ദേശം ദൈവം നിന്റെ കയ്യിൽ തരുമെന്ന്.
സ്തോത്രം. അപ്പോൾ പറഞ്ഞു പോകട്ടെ വേഗത്തിൽ. സ്തോത്രം. കഷ്ടത സഹിഷ്ണുതയെ നമുക്ക് തരും. കഷ്ടത നമ്മുടെ വിശ്വാസത്തെ റിഫൈൻ ചെയ്യും. കഷ്ടത ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മളെ പഠിപ്പിക്കും. കഷ്ടത എന്തോ പഠിപ്പിക്കും? ദൈവത്തിൽ ആശ്രയിക്കാൻ. പ്രസംഗിക്കാൻ സമയം വേണം, ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു നിർത്തുക. ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിച്ചത് നമ്മുടെ കഷ്ടതയിലാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയത് എൻ്റെ കഷ്ടതയുടെ നടുവിലാണ്. അവങ്കിലേക്ക് നോക്കിയവർ, ഓ ജീസസ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1:8-9 പെട്ടെന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 1:8, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ വായിച്ചേ. ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾക്കറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഒന്ന് പറയാൻ ആഗ്രഹമുണ്ട്, കഷ്ടത്തെ കുറിച്ച് പറയാൻ. നമ്മൾ പലപ്പോഴും ഹൈഡ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കടന്നു പോകുന്ന. എൻ്റെ കൂടെ ഉണ്ടേ നിങ്ങൾ? എൻ്റെ കഷ്ടത ആരും അറിയണ്ട, എൻ്റെ കഷ്ടത ആരും പറയണ്ട. ഞാൻ കടന്നു പോകുന്ന കഷ്ടത അത് ഹൈഡ് ചെയ്യണം, അത് എൻ്റെ ഉള്ളിൽ ഒതുക്കണം. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ഇല്ല, എൻ്റെ ദൈവം എന്നെ കടത്തിവിട്ട കഷ്ടത എനിക്ക് 4 പേരോട് പറയണം. എന്തിനു വേണ്ടിയാ? ആ കഷ്ടത ഞാൻ തീർന്നില്ല. ഓ, ഞാൻ ചിലയിടത്തൊക്കെ എൻ്റെ സാക്ഷിയൊക്കെ പറയുമ്പം, ഞാൻ ലിസ കടന്നുപോയ പ്രശ്നവും ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയ പ്രശ്നമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലായിടത്തും പറയാൻ ഇപ്പം പറ്റില്ല, സമയം തികയുന്നില്ല. ഇവിടെ തന്നെ എനിക്ക് സമയം തികയുന്നില്ല, അങ്ങോട്ട് വചനം പ്രസംഗിച്ചിട്ട് തീർക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അപ്പം ഞാനിങ്ങനെ അനുഭവം പറയും. ഞാൻ ഒരു ദിവസം ലിസ, ഞാൻ ലൈവ് കണ്ട ചാച്ചാ, ഞാൻ എനിക്ക് ട്യൂബർക്ലോസിസ് വന്ന കാര്യം ആരോടും പറയണ്ട എന്നൊരിക്കൽ എന്നോട് പറഞ്ഞു. ഞാൻ ലിസ, അതിനുശേഷം നീ ഇന്നും ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ലല്ലോ, ഇന്ന് വരെ നീ ക്ഷീണിച്ച് കിടന്നിട്ടില്ലല്ലോ, എന്നേക്കാൾ നീ ശക്തിയോടല്ലേ നടക്കുന്നേ, പിന്നെ പറഞ്ഞാൽ എന്നാ കുഴപ്പം? നിനക്കൊരു ശ്വാസം മുട്ടല് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 27 വർഷമായിട്ട് അവക്കൊരു ശ്വാസം മുട്ടൽ കൃപയാൽ. ആമേൻ. ഞങ്ങൾ കടന്നുപോയ കഷ്ടതയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഓ ജീസസ്, ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം ഒരു കഷ്ടതയ്ക്കകത്തുനിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ അത് മൂടി വെക്കാനല്ല, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചെന്ന് പറയാ. Let thy glory be revealed. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സഫറിങ്സ്, നിന്റെ പെർസിക്യൂഷൻസ്, നിന്റെ കടന്നുപോയ പ്രയാസങ്ങള്, വേദനകള് മറ്റുള്ളവരോട് പറയാൻ നിനക്ക് പറ്റണോ? സ്തോത്രം. വായിച്ചേ. കഷ്ടത നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോട് ഇരിക്കുമോ എന്ന്. ഞങ്ങൾ ജീവനോട് ഇരിക്കുമോ എന്ന്. കഷ്ടതയുടെ ഡെപ്ത് നോക്കണേ. കഷ്ടതയുടെ ഡെപ്ത്. ഞങ്ങൾ ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. ഞങ്ങൾക്ക് നിരാശ തോന്നുമാറ്. ആരെ എഴുതുന്ന നോക്കണം? പൗലോസാ. ഞങ്ങൾ ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അത്യന്തം. അവിടെ വെച്ച് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നി ഞങ്ങൾ മരിച്ചു പോയോ എന്ന്. കഷ്ടതയുടെ ഡെപ്ത് മനസ്സിലാക്കണേ. ഞങ്ങൾ ഇനി 1 മണിക്കൂറൂടെ ജീവിച്ചിരിക്കുമോ എന്ന് തോന്നുന്ന കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നുപോയി. അടുത്തത്. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. മതി. അതല്ലേ നമ്മുടെ പ്രശ്നം. ആ കഷ്ടതയുടെ നടുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ദൈവത്തിൽ തന്നെ. അടുത്തൊരാളെ ഞങ്ങൾ ആശ്രയിച്ചില്ല.
അടുത്തൊരാളിനെ ഞങ്ങൾ വിളിച്ചില്ല. ഞങ്ങൾ വിളിച്ച ഒറ്റ ഒരാളേ ഉള്ളൂ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഉയർപ്പിക്കാൻ ഞങ്ങളെ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള ഞങ്ങളുടെ കർത്താവിൽ മാത്രം തന്നെ ഞങ്ങൾ ആശ്രയിച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ കഷ്ടതയിൽ ലോകത്തിൽ ആരെയും ആശ്രയിക്കരുത്. നിന്നെ മരിച്ചെടുത്തു ജീവിപ്പിക്കാം. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്തോ നമ്മളെ പഠിപ്പിച്ചു? കഷ്ടത എന്തോ പഠിപ്പിച്ചു? ദൈവത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. പൗലോസ് തിരുവനന്തപുരംകാരനായതുകൊണ്ട് തന്നെ എഴുതിയതല്ല. പൗലോസ് എഴുതി വെച്ചിരിക്കുക മരിച്ചവരിൽ തന്നെ, ദൈവത്തിൽ തന്നെ തന്നെ, വേറൊരാളെയും ആശ്രയിക്കാതെ യേശു കർത്താവിനെ തന്നെ മാത്രം, എലോൺ മാത്രം ആശ്രയിക്കാൻ. ഹല്ലേലൂയ, ആമേൻ, ഞങ്ങളെ സഹായിച്ചു. ഇപ്പൊ കഷ്ടത എന്തോ പഠിപ്പിച്ചു? ദൈവത്തിൽ ആശ്രയിക്കാൻ അനുഭവമുള്ള ഒരു സ്തോത്രം പറഞ്ഞേ. എൻ്റെ കഷ്ടത എൻ്റെ ദൈവത്തെ ആശ്രയിക്കാൻ എന്നെ സഹായിച്ചു എന്ന് ഉറപ്പുള്ളവർ കൈ ഉയർത്തിയ ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ പ്രസംഗത്തിൻ്റെ പകുതി പോലും ആയില്ല, സമയം തീർന്നിരിക്കുക. സ്തോത്രം. അടുത്ത കഷ്ടത ആത്മാവിൻ്റെ അടുത്ത തലത്തിൽ നമ്മൾ നയിക്കും. കഷ്ടത എങ്ങോട്ട് കൊണ്ടുപോകും? ആത്മാവിൻ്റെ കഷ്ടതയിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഡൗൺ ആകുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കഷ്ടതയൊക്കെ വന്നാൽ പിന്നെ നമുക്ക് സ്തോത്രവും ഇല്ല, ഹല്ലേലൂയ ഇല്ല, ആമേനും ഇല്ല, നമുക്ക് ഒരു സംഭവം ഉണ്ടോ? കഷ്ടത വന്നാൽ പിന്നെ നമ്മൾ ആരാധിക്കുമോ? കഷ്ടത വന്നാൽ പിന്നെ നമ്മൾ ഹല്ലേലൂയ പറയുമോ? കഷ്ടതയാണ് നമുക്കറിയാം. ഒറ്റ ഇരുപ്പാണ്. സഭായോഗത്തിന് പോണോ പോണ്ടേന്ന് എൻ്റെ 3 പ്രാവശ്യം, 2 3 പ്രാവശ്യം നമ്മൾ ചിന്തിക്കും, പോണോ പോണ്ടേ, ഇന്ന് ഇത്രയും കഷ്ടത വന്ന ദൈവം പോയി ആരാധിച്ചിട്ട് എന്തോ എടുക്കാനോ അല്ല. നമ്മുടെയൊക്കെ അനുഭവം അതാ. എവിടെയാണോ തീച്ചൂള അതിന് നടുവിൽ 2 സ്തോത്രം കൂടുതൽ പറയണം, ഹല്ലേലൂയ പറയണം, ദൈവത്തെ ആരാധിക്കണം. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും വേറെ കഷ്ടതയിലൂടെ പോയൊരു ദൈവദാസനാണ് യോഹന്നാൻ അപ്പോസ്തലനല്ലേ. തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. ഏതിനകത്തിട്ടു? തിളച്ച എണ്ണയ്ക്കകത്ത് കൈ വിരൽ മുക്കിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തിളച്ച എണ്ണ തെറിച്ച് വീണവരുണ്ടോ? ഉണ്ട്. ആ തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഡിപ്പ് ചെയ്തു. നമ്മൾ ചിക്കൻ്റെ കാല് സോസേജിൽ ഇങ്ങനെ തൊട്ടെടുക്കുന്നതിന് പോലല്ല. യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കി. അതിനകത്ത് പുറത്തു വന്നു. അവൻ മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡൊമീഷ്യൻ കൈസർ അവനെ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടവനായി ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും പത്മോസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ആ ഭയാനകമായ കരിമ്പാറകളുടെ നടുവിൽ അവൻ കരികനും അവൻ വിഷപ്പാമ്പുകളുമുള്ള മനുഷ്യനില്ലാത്ത ആ നാട് കടത്തി കൊല്ലുന്ന പത്മോസിൽ തീരാൻ വേണ്ടി പോയിരിക്കുക. റെവലേഷൻ 1:10-11. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും. അതൊന്ന് വായിച്ചിട്ട് അതൊന്ന് നിർത്തി വായിക്കണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകണം, എനിക്ക് അത്രേ ഉള്ളൂ. എൻ്റെ പ്രസംഗം നന്നായിരുന്നു ആരും പറയണ്ട. അതൊന്ന് മനസ്സിലാക്കി ഒന്ന് നിർത്തി വായിച്ചേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും. എൻ്റെ കഷ്ടത എനിക്ക് വിഷയമല്ല. യേശുവിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു.
യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുത. ഓ, തിളച്ച എണ്ണയ്ക്കകത്ത് വീണ്ടും വെളിയിൽ വന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞ പുള്ളിയാ പുള്ളി. ഒരു നെഗറ്റീവും പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞുകൊണ്ട് വന്നു. സഹിഷ്ണുതയുണ്ടായവൻ. അടുത്ത് വായിച്ച്. കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. വെറുതെ പോയെന്നല്ല, ഈ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം ഞാൻ എവിടെ പോയി? പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. നാട് കടത്തപ്പെട്ടു. അങ്ങനെ പത്മോസിൽ പോയി. അവിടെ വെച്ച് വായിച്ചേ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദിവസത്തിൽ ഞാൻ ബോധം കെട്ട് കിടന്നുറങ്ങിയെന്നാണോ? ഞാൻ ആത്മവിവശനായി ആണോ? അല്ല. കർത്തൃ ദിവസത്തിൽ ഉഴപ്പിയെന്നാണോ? അല്ല. കർത്തൃ ദിവസത്തിൽ നേരം വെളുത്തപ്പോ തന്നെ ഞാൻ മുട്ടും. ആ പരുവരുത്ത കല്ലിൽ ഞാൻ മുട്ടുമേ നിന്നു. ഏറ്റെടുക്ക. കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പത്മോസിനകത്ത് ചുറ്റുപാടുകളിലെ അവൻ ഓലിയിടുന്ന ശബ്ദമല്ല എന്റെ കാതിൽ കേട്ടത്. പ്രതികൂലത്തിന്റെ അവൻ കഴുകന്റെ ഒച്ചയല്ല, ചിറകടിക്കുന്ന ശബ്ദമല്ല എന്റെ കാതിൽ കേട്ടത്. അകത്ത് ദിവസത്തിൽ നിന്റെ ചുറ്റുപാട് മുഴുവൻ പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂലത്തിൽ നീ മുട്ടുമേ നിൽക്കണം. പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. നീ മുട്ടുമേ നിൽക്കണം. കർത്തൃ ദിവസത്തിൽ എന്താ സംഭവിച്ചു? ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് കർത്തൃ ദിവസത്തിൽ. ഈ ആത്മവിവശത എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിചാരം പുള്ളി ഇവിടുത്തെ വിവശതയൊക്കെ അങ്ങനെ തല കുത്തനെ കിടന്ന് ഉരുളുക. അത് വിവശതയല്ല, അത് അവശത എന്ന് പറയും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? ആത്മവിവശത എന്ന് പറയുന്നത് ബോധം കെട്ട് കിടക്കുന്നതല്ല. ഞാൻ ഇങ്ങനെ ഒരാൾ തലയെ തൊട്ടപ്പോൾ ഞാൻ ആത്മവിവശത, ബോധം കെട്ട് കിടക്കും. അതിൽ ഒന്ന് വാ തുറന്ന് പറയുന്നില്ലല്ലോ. അവശത. ആത്മവിവശത എന്ന് പറയുന്നത് ആത്മാവിൽ അടുത്ത പടിയിലേക്ക് കയറുന്നു. ആത്മമണ്ഡലത്തിനകത്തേക്ക് കയറുന്നു. ഓ ജീസസ്, നിന്റെ കഷ്ടതയെ തളർത്തിക്കളയുന്നതല്ല. നിന്റെ കഷ്ടത നിന്നെ ബലഹീനമാക്കത്തില്ല. ആത്മാവിന്റെ അടുത്ത പടി. ദൂത് മനസ്സിലായൊരു സ്തോത്രം പറഞ്ഞേ. ആത്മവിവശത എന്ന് പറയുന്നത് ആത്മാവിന്റെ ആ സ്പിരിച്വൽ ലൈഫിന്റെ ആ സ്പിരിറ്റിന്റെ ആ ആത്മമണ്ഡലത്തിന്റെ അടുത്ത തലത്തിലേക്കുള്ള പടികേറുന്ന അനുഭവമാണ് ആത്മവിവശത. അവിടെ യോഹന്നാനും യേശുവും മാത്രമേ ഉള്ളൂ. അവിടെ ആരേ ഉള്ളൂ? പിന്നെ കാക്കയുടെ ശബ്ദവും കേൾക്കാനില്ല, കഴുകന്റെ ശബ്ദവും കേൾക്കാനില്ല, കുറുക്കന്റെ ഓലിയിടലും ഇല്ല, പാമ്പിന്റെ ചീറ്റലും ഇല്ല, ഒന്നുമില്ല. യോഹന്നാനും യേശു. നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ആത്മാവിന്റെ അടുത്ത തലത്തിലേക്ക് നിന്റെ കഷ്ടത നിന്നെ കൈപിടിച്ച് കയറ്റണം. കൈപിടിച്ച് കയറ്റണം. വെളിപ്പാടുകൾ കാണുന്ന തലത്തിലേക്ക് നിന്നെ കൈപിടിച്ച് കയറ്റണം. പ്രവചിക്കുന്ന തലത്തിലേക്ക് നീ കൈപിടിച്ച് കയറണം. ആത്മാവിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്ന തലത്തിലേക്ക് നീ കൈപിടിച്ച് കയറണം. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ആത്മവിവശത. കഷ്ടത അടുത്ത തലത്തിലേക്ക്. ഞാൻ അതുകൂടെ പറഞ്ഞു പോയില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഈ ആത്മവിവശത എന്ന് പറയുമ്പം നമ്മൾ ബോധം കെട്ട് കിടക്കുന്ന അത് നെവർ
അത് ചിന്തിക്കാനേ പാടില്ല. അതല്ല ഇവിടെ കർത്താവ് എന്താ പറയുന്നത്? വിവശതയിൽ എന്തു പറയുന്നുണ്ട്? വായിച്ച അടുത്ത വാക്യം വായിച്ചാൽ അത് പറഞ്ഞു തരണോ എനിക്ക്? അതുകൊണ്ടാ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. ഈ ആത്മവിവശതയിൽ എന്തോ പറഞ്ഞ് എഴുതാൻ? തടന്നു കിടക്കാണ്, എഴുതാൻ പറ്റുമോ? ബോധം കെട്ട് കിടക്കുന്ന ആരും എഴുതുമോ? എല്ലാം മനസ്സിലാക്കണം, വചനം പഠിക്കണം. സ്തോത്രം. വിവശതയെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആത്മവിവശതയിൽ കർത്താവ് എന്താ പറയുക? ഞാൻ സഭകളെ കുറിച്ചുള്ള ദൂത് പറയാൻ പോകുന്നു, നീ എഴുതണം. അപ്പൊ എഴുതാനുള്ള ബോധം ആർക്കുണ്ടായിരുന്നു? യോഹന്നാനെ ദൂത് മനസ്സിലാക്കി സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഹി വാസ് ഇൻ ദ സ്പിരിറ്റ് എന്ന് അവിടെ എന്താ എഴുതിയിരിക്കുന്ന മോനെ? ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? ഇംഗ്ലീഷ് എവിടെ? റെവലേഷൻ 1 saying I was in the spirit on the last day. അയ്യോ, അവിടെ വിവശത വല്ലതും ഉണ്ടോ? മലയാളത്തിൽ അങ്ങനെ എഴുതി വെച്ചത് നമുക്ക് ആകെ പണിയായി. സ്തോത്രം. I was in the spirit on the Lord's day. അത്രേ ഉള്ളൂ. വിവശത ഇല്ല അവിടെ. ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അടുത്ത തലത്തിൽ കയറിയുന്ന. ഇനി ഒരു വാക്കും കൂടെ വായിക്കണോ? സമയം പോയി. ഈ കഷ്ടത നമ്മളെ തകർക്കാനല്ല. അതിലൊരു വാക്യം 2 വാക്യം വായിച്ച് അവസാനിപ്പിക്കുക. പ്രസംഗിക്കുന്നില്ല, പെട്ടെന്ന് വായിച്ച് തീർത്താൽ മതി. വചനം നമ്മൾ പഠിക്കണം, പ്രസംഗം കേൾക്കണം, കൈയടിക്കണം, ആരാധിക്കണം. അപ്പോൾ തന്നെ വചനത്തിൻ്റെ ഒരു ഡെപ്ത് നമുക്കുണ്ടാകണം. അവിടെ ദൈവത്തിൻ്റെ ജ്ഞാനപൂർണമായ ഒരു കൃഷിയെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനപൂർണമായ കൃഷി എന്ന് പറയുമ്പോൾ എത്രയൊക്കെ ഇഷ്ടമുണ്ട്? എനിക്കിഷ്ടം. സ്തോത്രം. ആമേൻ. ജ്ഞാനപൂർണമായ കൃഷി. എന്താണ് ആ കൃഷി പറഞ്ഞിരിക്കുന്നത്? വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 23 മുതൽ 25 വരെ. പെട്ടെന്ന് വായിച്ചു തീർക്കാനേ ഉള്ളേ, ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല, പിന്നൊരു ദിവസം വ്യാഖ്യാനിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 23 മുതൽ 25 വരെ. ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾപ്പീൻ. വിതപ്പാൻ ഉഴുന്നവൻ, ശ്രദ്ധിക്കണേ, വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇനി ഒത്തിരി പ്രസംഗിക്കത്തില്ല. അത് പ്രസംഗിച്ചാൽ നിങ്ങൾ ഇന്ന് നമുക്ക് ഒരു അരമണിക്കൂറുടെ പോകും. അതുകൊണ്ടാ വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിതയ്ക്കാൻ ഉഴുന്നവൻ എന്നും ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുവോ? ഇല്ല. വിതയ്ക്ക് വേണ്ടി മാത്രം ഉഴുതിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ? ഒന്നും കട്ടയുടക്കൽ പരിപാടിയാണോ? അല്ല. കട്ട ഉടച്ച് നിരത്തി വിത്ത് പാകാനായിട്ട് അതിനെ പാകമാക്കും. അടുത്തത് നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും ഗോതമ്പ് ഉഴവ് പൊടിയിൽ. കരിഞ്ജീരകം വിതയ്ക്കും, ജീരകം വിതറും. ഓരോന്നും കൃഷി ചെയ്യേണ്ടതായിട്ടൊരു രീതിയുണ്ട്. ആ രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യും? അതിന് വിത്ത് വിതയ്ക്കും, വിത്ത് പാകും. അടുത്തത് ഗോതമ്പ് ഉഴവ് പൊടിയിലും യവം അതിനുള്ള സ്ഥലത്തും അതിന്റെ സ്ഥലത്ത് ഗോതമ്പ് അതിന്റെ സ്ഥലത്ത് ചെറുഗോതമ്പ് അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? എല്ലാം ചെയ്യുന്നില്ലയോ? അങ്ങനെ അവന്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. ആര്? കൃഷിക്കാരന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്? റിബേക്ക പോയതുപോലെ പഠിച്ചിട്ടല്ല കൃഷിക്കാരന് കൃഷി ചെയ്യാൻ പോകുന്നത്. അവനെ ദൈവം പഠിപ്പിച്ചിരിക്കുക എങ്ങനെ ചെയ്യണോ. അത് ഈ പഠിച്ചവർക്കും അറിഞ്ഞൂടാ, അല്ലാത്തത് അവർക്കറിയാം. ആണോ അല്ലയോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്? ദൈവം പഠിപ്പിച്ചതാ. ദൈവം പഠിപ്പിച്ച കുറെ കാര്യമില്ലേ നമുക്ക്? ആണോ അല്ലയോ? അത് കേട്ടാ മതി. എനിക്ക് ദൈവം നമ്മളെ ഒത്തിരി, നമ്മുടെ ബെസ്റ്റ് മാസ്റ്റർ നമ്മുടെ ദൈവമാണ്. നിന്നെക്കാട്ടിൽ വിദ്യാഭ്യാസമുള്ള പലർക്കും ചെയ്യാൻ പറ്റാത്തത് നീ ചെയ്തത്. നീ സ്കൂളിൽ ഒത്തിരി പഠിച്ചിട്ടല്ല, നിന്റെ ഡിഗ്രി അല്ല, നിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, നിന്റെ PhD അല്ല, ദൈവം നിനക്ക് തന്ന എഡ്യൂക്കേഷനാണ്. ഇനി വായിച്ച് സമയം പോയി. കരിഞ്ജീരകം
മെതിവെട്ടി കൊണ്ട് മെതിക്കുന്നില്ല. കരിഞ്ജീരകം എങ്ങനെ മെതിക്കണമെന്ന് അവനറിയാം. മെതി കൊണ്ട് മെതിച്ചാൽ അത് തീർന്നു പോകുന്നറിയാം. അടുത്തത്, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. ജീരകത്തിന്റെ പുറത്തോട് എന്തോ കേട്ടത്തില്ല. വണ്ടിയുടെ ചക്രം നമ്മളാണ് കയറ്റി ഇറക്കി കളയും. അവൻ കേട്ടതില്ല, അവൻ അറിയാം അത് കയറ്റിയാൽ അതോടെ അത് തീർന്നു. ഓക്കെ, അടുത്തത്, കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോലുകൊണ്ടും തല്ലിയെടുക്കുക ചെയ്യുന്നത്. എങ്ങനെ അതിനെ മെതിക്കണമെന്ന്, എത്ര ആയം അതിന് കൊടുക്കണമെന്ന്, ഓരോന്നിനെ മെതിക്കാനും അതിന്റെ തോട് പൊട്ടിക്കാനും എത്ര ശക്തി. ഇങ്ങനെ അടിക്കേണ്ടതിനെ ഇങ്ങനെ അടിക്കത്തില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ അടിച്ച് പൊട്ടിക്കേണ്ടതിനെ ഇങ്ങനെ അടിക്കത്തില്ല. ഇങ്ങനെ അടിച്ചാൽ അത് മൊത്തത്തിൽ പൊട്ടിപ്പോവും. ഇങ്ങനെ അടിച്ചാൽ അതിന്റെ തോട് പൊട്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? സ്തോത്രം. ഓരോന്നിനെയും തോട് പൊട്ടിക്കാൻ, ഓരോന്നിനെ മെതിക്കാൻ എത്ര അടിക്കണമെന്ന് ആർക്കറിയാം? ഈ മെതിക്കുന്നവന് അറിയാം. നിങ്ങൾക്ക് മനസ്സിലായോ അത്? സ്തോത്രം. അടുത്തത് മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? ധാന്യം എന്ത് ചെയ്യത്തില്ല, ചതച്ചു കളയാറുണ്ടോ? അരി തോല് പൊളിക്കുമ്പോൾ അരി പൊട്ടിപ്പോകാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പൊ അരിയായിട്ട് തന്നെ കിട്ടണം, ഒരു വിത്തായിട്ട് തന്നെ കിട്ടണം, ഒരു ധാന്യമായി കിട്ടത്തക്ക രീതിയിൽ മാത്രമേ അതിന്റെ പുറത്തെ തോട് പൊട്ടിക്കാനുള്ള സ്ട്രെങ്ത് എന്തുമാത്രം വേണമെന്ന് മെതിക്കുന്നവൻ അറിയാം. അടുത്തത് അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലയോ? അവൻ അതിനെ ചതച്ചു കളയുകയില്ല. ചതയുന്ന ഓട് അവൻ ഓടിക്കത്തില്ല. എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന കഷ്ടത, നമ്മൾ തകർന്നു പോകുന്ന കഷ്ടത ദൈവം നമുക്ക് തരത്തില്ലെന്ന്. നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ നമുക്ക് തരൂ. നമ്മളെ ഒന്ന് പോളിഷ് ചെയ്യാൻ പറ്റുന്നതേ ദൈവം നമുക്ക് തരൂ. സ്തോത്രം. ആമേൻ. സാധു സുന്ദർ സിംഗ് പണ്ട് മാരാമൻ കൺവെൻഷൻ വന്നപ്പോൾ ഒരു പെബിളുമായിട്ടാണ്, പെബിൾ എന്ന് പറയുന്ന ഉരുളൻകല്ല്, ഈ പമ്പാ നദിയിൽ നിന്ന് ഒരു കല്ലെടുത്തോണ്ടാണ് പുള്ളി കയറിയത്. ഈ പെബിള് ഇങ്ങനെ പോളിഷ്ഡ് കല്ലാകാൻ ഏതെങ്കിലും മിഷനകത്തൂടെ കയറ്റിയതല്ല. നാളുകളിൽ ഇതിങ്ങനെ ഒഴുകി അടിച്ച് തകർന്ന് ഇടിച്ച് മൂലകളെല്ലാം മാറി നല്ല സ്മൂത്തായിട്ടുള്ള കോർണർ സ്റ്റോൺ ആയതുപോലെ ദൈവം നിന്നെ ദൈവത്തിൻ്റെ പ്രോസസ്സിലൂടെ കയറ്റി നിന്നെ സ്മൂത്തായിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു പെബിളാക്കി ദൈവം നിന്നെ മാറ്റും. നല്ലൊരു ധാന്യമാക്കി ദൈവം നിന്നെ മാറ്റും. നിനക്ക് താങ്ങാൻ കഴിയാത്ത കഷ്ടത ദൈവം നിനക്ക് തരത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? അതാണ് 1 കൊരിന്ത്യർ 10:13 ആ വാക്യം കൂടെ വായിച്ചങ്ങ് 1 കൊരിന്ത്യർ 10:13 വായിച്ചങ്ങ് അവസാനിപ്പിച്ച്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന്റെ മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ക്രൂശ് നിങ്ങളുടെ തോളി വെക്കത്തില്ല. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കഷ്ടത നിങ്ങൾ തരത്തില്ല. നിങ്ങൾക്ക് തരുന്ന കഷ്ടത നിങ്ങളെ മനോഹരമായ ഒരു ദൈവത്തിന് ഗുണമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയാണ്. ആ കൈ ഉയർത്തി സ്തോത്രം പറയാമോ? ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കഷ്ടതയിൽ ധൈര്യപ്പെടാമോ? ശക്തിപ്പെടാമോ? ദൈവം നിങ്ങളെ നടത്താൻ മതിയായ ദൈവമാണ്. സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്നെ തികഞ്ഞവനായി അങ്ങയുടെ സന്നിധിയിൽ പുറത്തു കൊണ്ടുവരണം. അങ്ങയുടെ നാമത്തെ എന്നോട് മഹത്വപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.